ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ലുണ ലാമ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഫീമെയിൽ ഹൈജീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റ് വേണം, യൂറിൻ ഇൻഫെക്ഷൻ പെയിൻ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിന്ന് അത് തന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളൂടെ പറയാനായിട്ട് എനിക്കറിയാമെന്നുള്ളത് മാത്രമാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ച കാര്യം പറയുമ്പോഴും അത് എങ്ങനെ മാറി എന്നുള്ളത് പറയുമ്പോഴാണ് അത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവുക. അപ്പോൾ ഞാനൊരു 6th 7th പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല യൂറിൻ ഇൻഫെക്ഷൻ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുമായിരുന്നു 6th 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ. വെള്ളം കുടിക്കാത്ത തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. എനിക്കിത് എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീക്വൻറ്റ് ടെൻഡൻസി ഫീൽ ചെയ്യും. വയറിലൊരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ പോകുമ്പം യൂറിൻ ഭയങ്കര യെല്ലോയിഷ് കളറായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ ഭയങ്കര പെയിന് തുടങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുക, മെഡിസിൻ വാങ്ങുക, കഴിക്കുക, ഡോക്ടറെ കാണുക, മെഡിസിൻ. ഡോക്ടർ അവസാനം എനിക്ക് നല്ല വഴക്കൊക്കെ തന്നു. ഞാൻ ചെറിയ കുട്ടികൊണ്ടല്ലേ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു വിടും, പക്ഷേ എനിക്ക് വെള്ളത്തിനോട് വലിയ താല്പര്യമില്ല. പല തരത്തിലുള്ള വെള്ളമൊക്കെ കുടിച്ചു നോക്കി. എനിക്കിഷ്ടമല്ല, വെള്ളം താല്പര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും കൂടുതലും. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് എൻ്റെ പാരൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ഫാദർ ജോലിക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഒരു വലിയ സർബത്ത് ഗ്ലാസ് ഉണ്ട്. ആ വലിയ ഗ്ലാസ്സിൽ നിറയെ വെള്ളം വെച്ചിട്ട് എൻ്റെ മദറിനെ വിളിച്ചിട്ട് പറയും, വെള്ളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ എന്നെ നിർബന്ധിച്ച് അത്രയും വെള്ളം കുടിപ്പിച്ച് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. മോൻ്റെ സൗണ്ട് ആട്ടോ പുറത്ത് കേൾക്കുന്നത്. എനിക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വഴക്ക് കിട്ടുമെന്ന് മേടിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ച് അവിടെ വെച്ചിട്ട് എനിക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു 18 ഇയേഴ്സിലാണ് ഞാൻ മാരേജ് ആകുന്നത്. ആ ഒരു ടൈമിൽ മാരേജ് കഴിഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി ഒരുപാട് പേരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം വജനൽ പാർട്ട് നിർബന്ധമായിട്ടും വാഷ് ചെയ്യുക. എനിക്ക് മിക്ക ഡേയ്സിലും നല്ല അബ്ഡോമിനൽ പെയിന് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷനാണ്. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വാഷ്റൂമിൽ പോകണം. എന്നാൽ ഡ്രോപ്സ് ആയിട്ടായിരിക്കും ഈ യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇരിച്ചിലും പുകച്ചിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവസാനം പറഞ്ഞു, പാഡ് വെച്ചുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ യൂറിൻ പാസ്സായാലും കുഴപ്പമില്ല, നീ കിടന്നുകൊണ്ട് പോയിക്കോ. ഇതൊക്കെ ഉണ്ട്. കാരണം എൻ്റെ സിറ്റുവേഷൻ അത്രയും സിവിയർ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് സിവിയർ ആയിട്ട് എനിക്ക് പെയിനൊക്കെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു വെള്ളം നന്നായിട്ട് കുടിക്കണം. അതിനുശേഷം ഹസ്ബൻഡ് എനിക്ക് ഇതിൻ്റെ തേങ്ങാ വെള്ളമൊക്കെ വാങ്ങിയിട്ട്, കരിക്ക് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഒക്കെ അവിടെ ബോട്ടിൽ കിട്ടും. അപ്പോൾ ആ വെള്ളമൊക്കെ വാങ്ങിയിട്ട് എനിക്ക് കണ്ടിന്യൂസ് തരുമായിരുന്നു. കാരണം എനിക്ക് അല്ലാത്ത വെള്ളം കുടിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ജ്യൂസസ് ഒക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രശ്നം മാറി. അന്ന് ഞാൻ അത്ര അധികം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് ഈ ഒരു പാർട്ടിലോട്ട് പോയിട്ടില്ല. താങ്ക് ഗോഡ്. എൻ്റെ ഒരു 18-19 ഇയേഴ്സിൽ സംഭവിച്ചതാണ് എനിക്ക് ലാസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം എനിക്ക് എവിടെയെങ്കിലും എൻ്റെ മൈൻഡിൽ യൂറിൻ ഇൻഫെക്ഷൻ ആണോ, പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. വെള്ളം ഒന്നും കുടിച്ചില്ല, വെള്ളം നല്ലപോലെ ഇൻടേക്ക് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വെള്ളമാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. അത് ഏത് തരം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഷുഗർ കണ്ടന്റ് കുറഞ്ഞ വെള്ളമാണ് ഏറ്റവും ബെറ്റർ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും, സ്കൂളിലായാലും ഒക്കെ യൂറിൻ പാസ് ചെയ്തിട്ട് പിടിച്ചു നിർത്തും, അത് പാടില്ല. ഇനി ഞാൻ കുറച്ച് സിംറ്റംസും കാര്യങ്ങളും ഇതെങ്ങനെയാണ് നമുക്കിത് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അതിനുശേഷം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാമെന്ന് കൂടി നമുക്ക് നോക്കാം. എനിക്കറിയാമെന്നുള്ള ഞാൻ അനുഭവിച്ച കുറച്ച് സിംറ്റംസ് ആണ് ഞാൻ പറയുന്നത്. അബ്ഡോമിനൽ പെയിൻ നന്നായിട്ടുണ്ടാവും. നമ്മുടെ നമ്മുടെ വയറിന് താഴെ ആയിരിക്കും പെയിന് ഉണ്ടാവുക. നമുക്ക് അറിയാൻ പറ്റും. പെയിന് വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇൻഫെക്ഷൻ്റെ ആയിരിക്കും നമുക്ക് തോന്നും. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫീവർ ഭയങ്കര സിവിയർ ആയിട്ട് വരും. വലിയവർക്കും വരാറുണ്ട് കേട്ടോ. എൻ്റെ മോൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു ഫീവർ. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ അതിനനുസരിച്ചിട്ട് ടേക്ക് കെയർ ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞില്ല നമുക്ക് ഫീൽ ചെയ്യും. ഒരു എരിച്ചിലും പുകച്ചിലും ഒക്കെ നമുക്ക് അതിൻ്റെ എൻഡിലൊക്കെ ഫീൽ ചെയ്യും. ഫ്യൂ ഡ്രോപ്സ് ആയിരിക്കും ലാസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ യൂറിനിൽ നല്ല സ്മെല്ല് ഫീൽ ചെയ്യുക, ഓവർ സ്മെല്ല്. യൂറിന് സ്വാഭാവികം സ്മെല്ലുണ്ടാവുമായിരിക്കും. ഇത് ഭയങ്കരമായൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ കളർ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യുക. ചെറിയൊരു യെല്ലോയിഷ് ആയിട്ടാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കും. ഓക്കെ, റെഡിഷ് കളറിൽ വരാം, നല്ല ക്ലൗഡി ആയിട്ട് നല്ല കട്ടി പോലെയൊക്കെ വരാം. ഇതൊക്കെ നമ്മൾ ഒരു ഡോക്ടറിനെ കാണിച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ആദ്യം നമ്മൾ വെള്ളം കുടിച്ചൊന്ന് ജസ്റ്റ് പറ്റുമെങ്കിലൊന്ന് നമ്മുടെ സിറ്റുവേഷൻ വലിയ വേഴ്സ് അല്ലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നമുക്കത് ഭയങ്കര സിവിയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറിനെ കാണിക്കുക. ഡോക്ടർ അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ തരും. അതായിരിക്കും ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക. കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും വെള്ളം നല്ലപോലെ കുടിക്കുക. വെള്ളം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ജ്യൂസ് വാട്ടറോ
പിന്നെ അതിൽ ഷുഗർ കണ്ടൻറ്റ് നല്ല കുറവായിട്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ വജൈന വളരെ ക്ലീൻ, ഞാൻ പഴയ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീറ്റ്, ക്ലീൻ ആൻഡ് ഡ്രൈ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഹൈജീൻ വേർഷൻ ആയാലും നമുക്ക് അല്ലാണ്ട് വജൈനൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരാണ്ടിരിക്കാനായാലും ഇമ്പോർട്ടൻ്റ് ആണ്. സിവിയർ കേസ് ആണെങ്കിൽ ഡോക്ടറെ കാണുക. അത് എപ്പോഴും എല്ലാവരും പറയുന്നത് തന്നെയാണ്. സിവിയർ കേസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം അല്ലേ. ദിസ് ഇസ് ലുണ ലാമ സൈനിങ് ഔട്ട്.